ഒക്ടോബർ 7 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഇസ്രയേലിലെ ഹമാസിൻ്റെ ഭീകരാക്രമണം നടന്നതിൻ്റെ 1-ാം വാർഷികം. ആ 1-ാം വാർഷികത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനവുമായി ഇന്ത്യയിലെമ്പാടും തെരുവുകളിലൂടെ മുന്നേറാനാണ് ഇടതുപക്ഷ പാർട്ടികളുടെ തീരുമാനം. കേരളത്തിലായിരിക്കും ഏറ്റവും വലിയ പ്രകടനം നടക്കുക. കാരണം ഇന്ന് ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ കരുത്തുള്ള ഒരു സംസ്ഥാനം, വലിയ ശക്തിപ്പെട്ടു നിൽക്കുന്ന സംസ്ഥാനം കേരളമായതുകൊണ്ട് തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനവുമായി ഇടതുപക്ഷം ആഹ്വാനം നൽകിയിരിക്കുന്നു. നമുക്കറിയാം, പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്നിരുന്നു. അതിൽ ഹമാസിൻ്റെ നേതാക്കൾ പോലും ഓൺലൈനായി പങ്കെടുത്ത യോഗങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ഇടതുപക്ഷം തന്നെ പാലസ്തീൻ അനുകൂല പ്രകടനത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇസ്രായേൽ വെടിനിർത്തുന്നതിന് ഇന്ത്യ മുൻകൈയെടുക്കണം. അതായത് ഇന്ത്യ പറഞ്ഞ് ഇസ്രായേലിനെ കൊണ്ട് സമ്മതിപ്പിച്ച് വെടിനിർത്തലിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒക്ടോബർ 7 നമ്മുടെ രാജ്യത്തും ഏതായാലും ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൻ്റെ ഒരു പ്രകടനം കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.